ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ സോയില ഹെയർ അക്സറീസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫോം ഷീറ്റ് അല്ലെങ്കിൽ ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ഹെയർ ക്ലിപ്പാണ്, ഒരു ഫ്ലവർ ക്ലിപ്പാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, വളരെ എളുപ്പമാണ്. നമ്മുടെ സാധാ ഒരു ഗ്ലിറ്റർ ഷീറ്റ് എടുക്കുക, ഒരു 12 ഇഞ്ച് നീളത്തിലുള്ള ഗ്ലിറ്റർ ഷീറ്റാണ് അത്. ഞാനിങ്ങനെ ചെറിയൊരു പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് ചെറുതെടുത്താൽ ചെറിയ ഫ്ലവർ കിട്ടും, വലുതെടുത്താൽ വലുത് കിട്ടും. നമ്മൾ എടുക്കുന്ന ഫ്ലവറിനനുസരിച്ചിരിക്കും, ഫോം ഷീറ്റിനനുസരിച്ചിരിക്കും ഫ്ലവറിൻ്റെ വലിപ്പം. ഇപ്പം ഞാനൊരു നോർമൽ ഇതിലുള്ള ഫ്ലവറാണ്, ഒരു 2.25 ഇഞ്ചൊക്കെയാണ് എടുത്തേക്കുന്നത്. ഒരു 5 സെൻറ്റിമീറ്ററും ഒരു 5.5 സെൻറ്റിമീറ്ററൊക്കെ വരും ഇത്. ഇതിനെ നമുക്ക് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കാം, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്കിതിനെ കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചരിച്ച് ചരിച്ചാണ് കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ചരിച്ച് ചരിച്ച് ഫുള്ള് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തങ്ങ് മാറ്റരുത്, ഒരു ഹാഫ് മാത്രമേ കട്ട് ചെയ്യാവുള്ളൂ. ഇതുപോലെ നമുക്ക് പതിയെ പതിയെ ഇങ്ങനെ കട്ട് ചെയ്യാം, സൂക്ഷിച്ച് കട്ട് ചെയ്യണം. ഒരുപാട് ഡിസ്റ്റൻസ് ഇട്ട് കട്ട് ചെയ്യരുത്. കട്ട് ചെയ്താൽ നമ്മുടെ ഫ്ലവറിൻ്റെ പെറ്റൽസ് കുറഞ്ഞു പോകും. നല്ല തിക്ക് പെറ്റലോട് കൂടി ഇരിക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഇങ്ങനെ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ബോയിൽ വെച്ച് കൊടുക്കാം, ഹെഡ് ബോയിൽ. അതുപോലെ ക്ലിപ്പായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ ടൈസിൽ വെച്ച് കൊടുക്കാം, തലയിൽ കെട്ടുന്ന ഹെയർ ബൺസിൽ, അതിലൊക്കെ വെച്ച് കൊടുക്കാം. അപ്പം ഇത് ഫുള്ള് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കിങ്ങനെ ചുരുട്ടി ചുരുട്ടി എടുത്താൽ മതി. അതിന് ആദ്യം നമ്മൾ എൻഡിലൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ബിഗിനേഴ്സ് ചെയ്യുമ്പോൾ ഇത് മുഴുവനായിട്ട് ഒട്ടിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മിങ്ങനെ പിടിച്ച് പിടിച്ച് ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല, പിടിച്ച് പിടിച്ച് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ ഇതാക്കുമ്പോൾ ഒരു പെറ്റിൽ കുറച്ച് വലുതായിട്ടൊരു അഭംഗിയായിട്ടിരിക്കുന്നത് ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പം ഇതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുത്താൽ ഇത് കണ്ടോ, ഇതുപോലെ പെറ്റൽസ് ഇങ്ങനെ വരും. ഇങ്ങനെ അറേഞ്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒന്ന് കാണിച്ചു തന്നെയാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 2 എൻഡിലും ഗ്ലൂ അപ്ലൈ ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ സൈഡിലും ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് വേണം നമ്മളിത് ചുറ്റിച്ചെടുക്കാൻ. അപ്പോൾ അതവിടെ സ്റ്റിക്കായിട്ട് അവിടെ ഇരുന്നോളും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ റൗണ്ട് ചെയ്ത് ചെറുതായിട്ടിങ്ങനെ ചുറ്റിച്ചെടുത്താൽ മതി. ഇങ്ങനെ ചുറ്റിയെടുക്കണം. ഇതിൻ്റെ ബാക്ക് വശം ഇങ്ങനെ ഇരിക്കും, നല്ല പ്ലെയിൻ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിലും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല ടൈറ്റായിട്ട് ചുറ്റി നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു ഫ്ലവർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എൻഡിലും ബാക്കി വന്ന കുറച്ച് പോർഷൻ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.